നക്ഷത്രത്തിൻ്റെ ദ സ്റ്റാർ തെളിഞ്ഞ വെളിച്ചത്തിൽ നിന്ന് നാം ഇപ്പോൾ കടക്കുന്നത് അല്പം നിഗൂഢവും എന്നാൽ അത്യന്തം ഗൗരവകരവുമായ ഒരു തലത്തിലേക്കാണ്. 18-ാം നമ്പർ കാർഡായ ദ മൂൺ. നക്ഷത്രം നമുക്ക് പ്രത്യാശ നൽകിയെങ്കിൽ ചന്ദ്രൻ നമ്മുടെ ഉപബോധ മനസ്സിലെ സബ് കോൺഷ്യസ് മൈൻഡ് ഭയങ്ങളെയും മിഥ്യാധാരണകളെയും ഒളിഞ്ഞിരിക്കുന്ന ശത്രുക്കളെയും കുറിച്ച് സംസാരിക്കുന്നു. വെളിച്ചം കുറവുള്ള ഈ പാതയിൽ വളരെ ശ്രദ്ധയോടെ വേണം ചുവടുവയ്ക്കുവാൻ. 1. ചിത്രത്തിലെ പ്രതീകങ്ങളും അവയുടെ അർത്ഥവും. ചന്ദ്രൻ, ദ മൂൺ. കാർഡിലെ ചന്ദ്രൻ പൂർണ്ണ രൂപത്തിലല്ല. അതിനുള്ളിൽ ഒരു ചന്ദ്രക്കലയും ക്രസന്റ് ഒരു മുഖവും കാണാം. ഇത് നമ്മുടെ മനസ്സിലെ മാറ്റങ്ങളെയും അവ്യക്തതയെയും സൂചിപ്പിക്കുന്നു. ചന്ദ്രനിൽ നിന്ന് വീഴുന്ന തുള്ളികൾ യോട്സ് ആത്മീയമായ ഊർജം ഭൗതിക തലത്തിലേക്ക് ഇറങ്ങി വരുന്നതിനെ കാണിക്കുന്നു. നായയും കുറുനരിയും. ദ ഡോഗ് ആൻഡ് ദ വോൾഫ്. ചന്ദ്രനെ നോക്കി ഓലിയിടുന്ന നായ നമ്മുടെ മെരുക്കപ്പെട്ട സിവിലൈസ്ഡ് സ്വഭാവത്തെയും കുറുനരി നമ്മുടെ ഉള്ളിലെ കാടൻ വൈൽഡ് ഓർ പ്രൈമൽ സ്വഭാവത്തെയും സൂചിപ്പിക്കുന്നു. ഇവ രണ്ടും നമ്മുടെ ഉള്ളിലെ സംഘർഷങ്ങളെ പ്രതിനിധീകരിക്കുന്നു. ഞണ്ട് അഥവാ കടൽ ഞണ്ട്. ദ ക്രേഫിഷ്. വെള്ളത്തിൽ നിന്ന് കരയിലേക്ക് കയറി വരുന്ന ഞണ്ട് നമ്മുടെ ഉപബോധ മനസ്സിലെ ഭയങ്ങളെയും പഴയ ഓർമ്മകളെയും സൂചിപ്പിക്കുന്നു. അവ പുറത്തു വരാൻ തുടങ്ങുന്ന ഘട്ടമാണിത്. 2 തൂണുകൾ. ദ 2 പില്ലേഴ്സ്. ദൂരെയുള്ള 2 തൂണുകൾ അറിവിൻ്റെയും അജ്ഞതയുടെയും അതിർത്തികളാണ്. ഈ തൂണുകൾക്കിടയിലൂടെയുള്ള പാതയിലൂടെ വേണം നാം സത്യത്തിലേക്ക് എത്താൻ. പാത, ദ പാത്ത്. ഇടുങ്ങിയതും വളഞ്ഞു പുളഞ്ഞതുമായ ഈ പാത ആത്മീയ യാത്രയിലെ ദുർഘടമായ വഴികളെ സൂചിപ്പിക്കുന്നു. 2. നിറങ്ങളുടെ രഹസ്യം. മഞ്ഞ, യെല്ലോ. ചന്ദ്രൻ്റെയും പാതയുടെയും മഞ്ഞ നിറം രാത്രിയിലെ വെളിച്ചത്തെ, അതായത് പൂർണ്ണമല്ലാത്ത അറിവിനെ സൂചിപ്പിക്കുന്നു. നീല, ബ്ലൂ. പശ്ചാത്തലത്തിലെ നീല നിറം വികാരങ്ങളുടെയും ഉപബോധ മനസ്സിൻ്റെയും ആഴത്തെ കാണിക്കുന്നു. 3. ഭൗതികവും ആത്മീയവുമായ വശങ്ങൾ. ഭൗതിക തലം. കാര്യങ്ങൾ കാണുന്നത് പോലെയല്ല. ഇലൂഷൻ. ആരെങ്കിലും നിങ്ങളെ വഞ്ചിക്കാനോ തെറ്റിദ്ധരിപ്പിക്കാനോ സാധ്യതയുണ്ട്. സ്വപ്നങ്ങൾ വിചിത്രമായേക്കാം. പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കാൻ പറ്റിയ സമയമല്ല ഇത്. കാരണം സത്യം പൂർണ്ണമായും വെളിപ്പെട്ടിട്ടില്ല. ആത്മീയ തലം. നമ്മുടെ നിഴൽ രൂപങ്ങളെ ഷാഡോ സെൽഫ് നേരിടേണ്ട സമയം. മനസ്സിലെ ഇരുണ്ട കോണുകളിലേക്ക് വെളിച്ചം വീശുക. ഇത് ഭയത്തെ മറികടന്ന് അന്തർബോധത്തെ, അതായത് ഇൻറ്റ്യൂഷനെ ശുദ്ധീകരിക്കുന്ന ഘട്ടമാണ്. 4. ഗുരുവിൻ്റെ ഉപദേശം. ദ ഗുരുസ് വിസ്ഡം. പ്രിയ ശിഷ്യ, ദ മൂൺ നിനക്ക് നൽകുന്ന വലിയ പാഠം അന്ധവിശ്വാസങ്ങളെയും ഭയത്തെയും അതിജീവിക്കുക എന്നതാണ്. ജീവിതത്തെ എങ്ങനെ നയിക്കാം? 1. ഭയത്തിന് അടിമപ്പെടരുത്. രാത്രിയിൽ നിഴലുകൾ കണ്ടു പേടിക്കുന്നത് പോലെയാണ് നമ്മുടെ പല ഭയങ്ങളും. അടുത്തു ചെന്ന് നോക്കിയാൽ സത്യം മനസ്സിലാകും. നിന്റെ ഉള്ളിലെ ഞണ്ടിനെ അഥവാ ഭയത്തെ ഭയപ്പെടാതെ അഭിമുഖീകരിക്കുക. 2. അന്തർബോധം ശ്രദ്ധിക്കുക. യുക്തിയേക്കാൾ ഉപരിയായി നിന്റെ ഉള്ളിലെ ചെറിയ ശബ്ദം കേൾക്കാൻ ശ്രമിക്കുക. ചന്ദ്രന്റെ വെളിച്ചത്തിൽ പാത തെളിയുന്നത് അന്തർബോധത്തിലൂടെയാണ്. 3. തിരക്ക് കൂട്ടരുത്. മൂടൽ മഞ്ഞുള്ളപ്പോൾ വാഹനം പതുക്കെ ഓടിക്കുന്നത് പോലെ ജീവിതത്തിലും ഈ ഘട്ടത്തിൽ പതുക്കെ നീങ്ങുക. സത്യം തെളിയാൻ സമയം അനുവദിക്കുക. സൂക്ഷ്മമായ ഒരു രഹസ്യം കൂടി. ചന്ദ്രനിൽ നിന്ന് താഴേക്ക് വീഴുന്ന 15 ജ്ഞാനത്തുള്ളികൾ യോട്സ് 15-ാം നമ്പർ കാർഡായ ദ ഡെവിളിനെ സൂചിപ്പിക്കുന്നു. അതായത് ഭയം നമ്മെ പിശാചിൻ്റെ അടിമകളാക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ ഈ തുള്ളികൾ താഴെയുള്ള പാതയെ പ്രകാശിപ്പിക്കുന്നുമുണ്ട്. ഭയത്തെ അതിജീവിച്ചാൽ മാത്രമേ പരമമായ സത്യത്തിലേക്ക് എത്താൻ കഴിയൂ എന്നതാണ് ഇതിൻ്റെ പൊരുൾ. ഇരുട്ടുള്ള ഈ രാത്രി കഴിഞ്ഞു. ഇനി വരുന്നത് സർവചരാചരങ്ങൾക്കും ജീവൻ നൽകുന്ന പ്രകാശമാണ്. അടുത്തതായി വിജയത്തിൻ്റെയും ഊർജത്തിൻ്റെയും സത്യത്തിൻ്റെയും പ്രതീകമായ ദ സൺ 19-ാം നമ്പർ കാർഡിലേക്ക് നമുക്ക് കടക്കാം. അവിടെ ഇരുട്ടിന് സ്ഥാനമില്ല.
നമുക്ക് തുടരാം.